ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അടിപൊളി ഒരു KFC ചിക്കനാണ്. KFC ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ആരും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇതിന് ഞാൻ ഒരു 2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നമുക്കതിൽ ആദ്യം ഒരു ചെറിയ ഇൻഗ്രീഡിയൻറ്റ് ചേർത്തിട്ട് ഒരു 3 മണിക്കൂറെങ്കിലും റെസ്റ്റിന് വയ്ക്കണം. അതെന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്കിതിനായി കുറച്ച് ഇഞ്ചി പേസ്റ്റ്, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് തൈര്. അത് ഈ പുളിപ്പ് പാടില്ല തൈര്. കുറച്ച് നാരങ്ങ ഒരു 2 പിഴിഞ്ഞ് വയ്ക്കുക. എന്നിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് വയ്ക്കാം. മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് ഉപ്പ് കൂടി നമുക്ക് ഉപ്പ് കൂടി ചേർക്കണം. കാരണം വെച്ചാൽ നമ്മൾ ഇതിന് മേലെ ഉപ്പ് കൂടി ഇട്ടാലാണ് കറക്റ്റ് ആകുന്നത്. എന്നിട്ടാണ് മിക്സ്. ഒരു 3 മണിക്കൂർ റെസ്റ്റ് വയ്ക്കാം. ഒരു കോൺഫ്ലവർ പൊടി ഒരു 200 ഗ്രാം, ഇത്രയും മതിയാവും. കുറച്ച് മൈദയാണ്, അത് 200 ഗ്രാം. ഒരു 200 ഗ്രാം മൈദ. അതിൻ്റെ കൂടെ കുറച്ചൊരു 100 ഗ്രാം ഓട്സ്. നമ്മൾ ക്രിപ്സി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഓട്സ് ചേർക്കുന്നത്. ഓട്സ് കുറച്ച് മുളക് പൊടി, ഒരു സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഗരം മസാല കുറച്ച്, പാകത്തിന് ഉപ്പ്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതിനായിട്ടൊരു നമ്മളൊരു 5 മുട്ട എടുത്തിട്ട് 5 മുട്ട എടുക്കണം. നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ടിട്ട് നമ്മുടെ ഓട്സും മൈദ അതൊക്കെ കൂടി മിക്സ് ചെയ്തതിലേക്ക് എടുത്തിട്ടാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ എടുത്തിട്ട് ഈ ഓട്സിൽ ഇങ്ങനെ ഒന്ന് ഇതാക്കിയിട്ട് ഒരു ട്രിപ്പ് ഇങ്ങനെ ആക്കിയിട്ട് അതിലൊന്ന് മുട്ടയിൽ മുക്കുക. ആ മുട്ട വെള്ളം അതിലൊന്ന് മുക്കിയിട്ട് വീണ്ടും ഒന്ന് ഓട്സിൽ മുക്കുക.
അപ്പോൾ ഇതിനായി നമുക്ക് ഇതുണ്ടാക്കാനായി നമുക്കൊരു 1 ലിറ്റർ ഓയിൽ എടുത്തിട്ടുണ്ട്. നമ്മൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. 1 ലിറ്റർ ഓയിൽ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എണ്ണ നന്നായി ചൂടാവണം. ചൂടായ ശേഷം മാത്രമാണ് നമ്മുടെ ഇത് ചിക്കൻ അതിലിടാൻ കൊടുക്കുക. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ചിക്കൻ അതിലിടാം. നമ്മളത് അത്യാവശ്യം റെഡി ആയിട്ടുണ്ട്. KFC ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ KFC ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നിങ്ങളും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. വീണ്ടും വേറൊരു വീഡിയോയുമായി നമുക്ക് കാണാം.